നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. സർ, പാലത്തായി പീഡന കേസ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ട കേസാണ്. പക്ഷേ ഈ കേസിന്റെ വിധി വരുമ്പോഴും ആ വിധിക്ക് ശേഷവുമൊക്കെ ഈ കേസിൽ, പാലത്തായി കേസിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നും ആ കേസിൽ ഒരു കാരണവശാലും ഈ പപ്പൻ എന്ന് പറയുന്ന അധ്യാപകനെ ഒരു കാരണവശാലും പ്രതിയാക്കാൻ ഉള്ള തെളിവുകളൊന്നും തന്നെ ഇല്ല എന്ന് ആദ്യമായി ധൈര്യത്തോടെ പറഞ്ഞ ഒരാളാണ് സാർ. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു കൂട്ടം ആൾക്കാരുടെ വലിയ സമ്മർദ്ദം, ആ സമ്മർദ്ദത്തിന്റെ ഫലമായി പലപ്പോഴും ഒരു അഭിപ്രായം പറയാൻ മാധ്യമങ്ങൾ പോലും പേടിക്കുന്നിടത്താണ് അങ്ങ് ധൈര്യത്തോടെ വന്ന് ഈ വിവരങ്ങൾ സോഷ്യൽ മീഡിയയിൽ അടക്കം പങ്കുവച്ചത്. ഇപ്പോ ഹൈക്കോടതി അദ്ദേഹത്തിന്റെ ശിക്ഷാവിധി മരവിപ്പിച്ചിരിക്കുന്നു, ഒപ്പം അദ്ദേഹത്തിന് ജാമ്യവും ലഭിച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ കേസ് ഒരു ഫാബ്രിക്കേറ്റഡ് കേസല്ലേ? കാരണം ഇത് പറയാൻ അല്ലെങ്കിൽ ചോദിക്കാൻ ഞാൻ ഒരുങ്ങുന്നത്, ഇപ്പോഴും പലരും ഈ വിധി വന്ന ശേഷവും പലരും ഇത് ഒത്തുകളിയാണെന്ന രീതിയിൽ CPM ഒക്കെ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. കോടതിയിൽ നിന്ന് വിധി വരുമ്പോൾ കോൺഗ്രസും RSSും BJPയും ഒക്കെ ഒത്തുകളിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാനാണ് ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്താണ് ഇത് ഉണ്ടായതെന്ന് നമുക്കറിയാം. എന്തൊക്കെയാണ് ഇതിലൊരു ഇറഗുലാരിറ്റീസ് തുടക്കം മുതൽ ശ്രദ്ധിക്കപ്പെട്ടത്? ഈ കേസിൽ അദ്ദേഹം നിരപരാധിയാണെന്ന് വിശ്വസിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? സത്യത്തിൽ ഈ പാലത്തായി കേസ് ഞാൻ ഫോളോ ചെയ്തിരുന്നില്ല. അപ്പോൾ 2025 നവംബർ മാസം 14-ാം തീയതിയാണ് അതിന്റെ വിധി വന്നത്. അപ്പോഴും ഞാൻ കൂടുതൽ അതിൽ അറ്റൻഷൻ കൊടുത്തില്ല. അപ്പോ ഓസ്ട്രേലിയയിലുള്ള എന്റെ ചാനലിലെ ഒരു സബ്സ്ക്രൈബറാണ് രവിശങ്കർ വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു ഫ്രണ്ടാണ്. അവൻ എനിക്കൊരു മെസ്സേജ് അയച്ചു, സാർ ഇങ്ങനെ ഒരു വിധിയുണ്ട്, അതില് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നു, സാർ അത് ഒന്ന് ജഡ്ജ്മെന്റ് വായിച്ചൊരു വീഡിയോ ചെയ്യണം. ഞാൻ എന്റെ ജഡ്ജ്മെന്റ് എടുത്ത് വായിച്ചപ്പോൾ ഞാൻ സത്യം പറയാൻ ഞെട്ടിപ്പോയി. കാരണം എനിക്കൊരു ജഡ്ജ്മെന്റ് വായിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് എന്താണ് പറയുന്നതെന്നും എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലും കറക്റ്റ് ആണെങ്കിലും എനിക്ക് കണ്ടെത്താൻ പറ്റും. അതായത് ഈ പത്മരാജന് എതിരെ ഉള്ള ഒരൊറ്റ തെളിവില്ല, നോട്ട് ഇൻ എ സിംഗിൾ എവിഡൻസ്. അപ്പൊ ഇവിടെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സയന്റിഫിക് എവിഡൻസ് വരെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതിനുള്ള സയന്റിഫിക് എവിഡൻസ് എന്താണ് പറഞ്ഞത്? 2 ഗൈനക്കോളജിസ്റ്റുകാരൻ ഈ കുട്ടിയെ പരിശോധിച്ചു. ആദ്യം ഒരു ഡോക്ടർ വസുമതി, അവര് ഈ ആ കുട്ടിയെ ആരെങ്കിലും ഒരു സെക്ഷൽ ഹറാസ്മെന്റ് നടത്തിയത്, പെനട്രേറ്റീവ് സെക്സ് നടത്തിയായിട്ട് അവരൊന്നും പറഞ്ഞില്ല. അതിനുശേഷം പൂർണിമ എന്ന് പറയുന്ന 2ാമത്തെ ഒരു ഡോക്ടർ, അവര് പരിശോധിച്ചിട്ട് പറഞ്ഞു ഈ കുട്ടിയുടെ ഹൈമനില് ചെറിയൊരു മുറിവുണ്ട്. അപ്പോ ആ മുറിവ് ഉണ്ടായി എന്നതിന്റെ അർത്ഥം ആരെങ്കിലും ഒരു പെനിട്രേറ്റീവ് സെക്സ് നടത്തിയെന്നല്ല. കാരണം അവര് ഇതിന് സാക്ഷി വിസ്താര സമയത്ത് അവര് പറഞ്ഞു അതിന് പെനിട്രേറ്റീവ് സെക്സ് വേണമെന്നില്ല, കാരണം ഈ കുട്ടിക്ക് ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടായി. അപ്പൊ അത് തന്നെ വിരലിട്ട് ചൊറിഞ്ഞതുകൊണ്ടാവാം, അല്ലെന്നുണ്ടെങ്കിൽ സൈക്ലിങ്ങോ വല്ല മരത്തിൽ കയറിയതോ സ്പോർട്സിന്റെ ഭാഗമായിട്ടൊക്കെ ഇത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോ അതെങ്ങനെയാണ് തെളിവല്ല ഒരിക്കലും. കാരണം ഒരു സംഭവം നടന്നതിന് ശേഷം സെമൻ കളക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ പറയാം ഇന്ന വ്യക്തിയുടേതാണ്. ഇത് എന്നോ ആ മുറിവ് സംഭവിച്ചു, അത് എന്തുകൊണ്ടും അതിനുള്ള കാരണം എന്തും ആകാമെന്നും ആ ഡോക്ടർ പറഞ്ഞു. അപ്പൊ പോക്സോ നിയമത്തിലെ ഒരു പ്രത്യേക കാര്യം എന്ന് പറയുന്നത്, പ്രതിക്കെതിരെ ഒരു തെളിവും ഇല്ലെങ്കിലും ഈ വിക്ടിമിന്റെ മൊഴി സത്യസന്ധമാണെന്ന് കോടതിക്ക് തോന്നിക്കഴിഞ്ഞു അതിന്റെ മാത്രം അടിസ്ഥാനത്തിൽ പ്രതി ശിക്ഷിക്കാം എന്നുള്ളതാണ് ഇതിന്റെ കാര്യം. അപ്പൊ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ജഡ്ജസ് ഈ വിചാരണ ഇത് നടത്തി. 2ാമത്തെ ജഡ്ജി ഇത് വിധി പറയാൻ വേണ്ടി മാറ്റിവെച്ച സമയത്താണ് ആൾ ഓഫ് എ സഡൻ ഒരു പുതിയ ജഡ്ജിയെ അവിടെ കെട്ടിയിറക്കുന്നത്. അവർ വന്നതിന് ശേഷം ഒരൊറ്റ ദിവസം മാത്രമാണ് വാദം കേട്ടത്. അതിനുശേഷം 3 ദിവസം മാറ്റി വെച്ചു. പക്ഷെ അതിലൊന്നും വാദം കേട്ടില്ല. ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞിട്ട് ആൾ ഓഫ് എ സഡൻ അവർ വിധി പറയുകയാണ്. അത് ജീവപര്യന്തം പത്മരാജന്റെ സ്വാഭാവിക മരണം വരെ ജയിൽ ശിക്ഷയാണ് അവർ വിധിച്ചത്. ഇവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സെഷൻ കോടതി ജഡ്ജിക്ക് അങ്ങനെ വിധിക്കാനുള്ള അധികാരമില്ല. അതിനുള്ള അധികാരം എന്ന് പറയുന്നത് ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും മാത്രമേ. അപ്പൊ ഇവർക്ക് അതുപോലും അറിയില്ലായിരുന്നോ എന്നുള്ളതാണ് എനിക്ക് ആദ്യം ഒരു സംശയം. 2ാമത്
മാക്സിമം പണിഷ്മെന്റ് കൊടുക്കാൻ ഹൈക്കോടതിക്ക് സുപ്രീം കോടതിക്ക് അധികാരമുള്ളൂ. ലൈഫ് ലോങ്, അതായത് സ്വാഭാവിക മരണം വരെ ശിക്ഷിക്കാൻ ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും മാത്രമേ അധികാരമുള്ളൂ. ഒരു സെഷൻസ് കോടതിക്ക് ഇല്ല. ഇതുപോലെ മനസ്സിലാക്കി നമ്മൾ ഏത് ജഡ്ജ്മെന്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിന്റെ അവസാനം dictated to the confidential assistant, transcribed by her, corrected by me and pronounced in open court എന്ന ഏത് ജഡ്ജിയും എഴുതും. പക്ഷെ എവിടെ എഴുതിയിരിക്കുന്നത് ഓൺ ഓപ്പൺ കോർട്ട്. അപ്പോ എനിക്ക് ബലമായ സംശയം ഈ ജഡ്ജി തന്നെ ആയിരുന്നോ ആ ജഡ്ജ്മെന്റ് എഴുതിയത് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ അവരുടെ മറ്റു പല ജഡ്ജ്മെന്റുകളും എടുത്ത് നോക്കി. അപ്പൊ അതിലൊക്കെ ഇൻ ഓപ്പൺ കോർട്ടാണ്, പക്ഷെ ഇതിൽ മാത്രം ഓൺ ഓപ്പൺ കോർട്ടാണ്. അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ അപ്പൊ ഈ കുട്ടിയുടെ മൊഴിയെ മാത്രമാണ് അവർ വിശ്വസിച്ചത്. പക്ഷെ കുട്ടിയുടെ മൊഴിയില് 128 കോൺട്രഡിക്ഷൻസ് ഉണ്ടായി. എന്നിട്ടും അവര് ആ കുട്ടിയുടെ മൊഴിയെ തന്നെ വിശ്വാസയോഗ്യമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പത്മരാജനെ ശിക്ഷിച്ചത്. അപ്പോ അതിനു മുമ്പ് ഇതേ ജഡ്ജിയുടെ മുന്നിൽ മറ്റൊരു കേസ് പോക്സോ വന്നിരുന്നു. അതായത് ഒരു പെൺകുട്ടിയുടെ രണ്ടാനച്ഛൻ ആ കുട്ടിയെ പീഡിപ്പിച്ചു, അവൾ ഗർഭിണിയായി, അവൾ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുകയും ചെയ്തു. അപ്പോ ഈ കുട്ടിയുടെ മൊഴി ആദ്യം മുതൽ അവസാനം വരെ കൺസിസ്റ്റന്റ് ആയിരുന്നു. ഒരേ കാര്യം തന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. ആ വ്യക്തിയും ഒരു സഖാവായിരുന്നു. അവിടെ വന്നിട്ട് ഇതേ ജഡ്ജി ഈ കുട്ടിയുടെ ഇത്രയും റിലീവബിൾ ആയിട്ടുള്ള മൊഴിക്ക് യാതൊരു വിലയും കൊടുത്തിട്ടില്ല. ആ രണ്ടാനച്ഛനെ പറഞ്ഞു വിട്ടു. ഈ കേസിൽ 128 കോൺട്രഡിക്ഷൻ ഉള്ള കുട്ടിയുടെ മൊഴി അംഗീകരിക്കുകയും അതില് ഒരു കോൺട്രഡിക്ഷനും ഇല്ലാതിരുന്ന ആ കുട്ടിയുടെ മൊഴിയെ കണക്കിലെടുക്കുകയും ചെയ്തില്ല. അപ്പൊ എനിക്ക് നല്ല റിലീവബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടി. ഇതിന്റെ പിറകെ കമ്മ്യൂണിസ്റ്റ് CPM തന്നെ ഇവരും ഈ ജഡ്ജി പഴയ ഒരു SFI കാര്യമായിരുന്നു. ഇതൊക്കെ പറയുമ്പോ എന്നെ ഇനി കണ്ടക്ട് കോടതി പിടിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ജയിലിൽ പോയി കിടക്കാനുണ്ടായിരുന്നു. അപ്പോ ഈ ജഡ്ജിമെന്റ് വായിക്കുന്ന ആർക്കും ദഹിക്കില്ല. ജഡ്ജിമെന്റ് പറഞ്ഞാൽ മാത്രം പോരാ, അത് പൊതുജനത്തിന് അത് നീതി നടപ്പിലാക്കി എന്നൊരു ബോധ്യം വന്നു. ഈ ജഡ്ജിമെന്റ് നിഷ്പക്ഷമായി വായിക്കുന്ന ആർക്കും തന്നെ അങ്ങനത്തെ ഒരു ബോധ്യം ഉണ്ടാകില്ല. അപ്പോ അതുമല്ല, ഈ കുട്ടി വളരെ സാങ്കല്പികമായ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അതായത് എന്നെ ഒരു ദിവസം ഈ മാഷും ബൈക്കിന്റെ പിറകെ ഇരുത്തി ഒരു ഹോട്ടലിൽ പോയി ഫുഡ് വാങ്ങിച്ചു വന്നു, പിന്നെ ഒരു സ്വാമിയുടെ അടുത്ത് കൊണ്ടുപോയി. ഇതൊക്കെ വീഡിയോ റെക്കോർഡ് മൊഴികളാണ്. അതിനുശേഷം അവിടെ നിന്ന് വേറൊരു സ്ഥലത്ത് പോയപ്പോ 5000 നമ്പർ ബൈക്കിലുള്ള ഒരു സുന്ദരപ്പെട്ടപ്പം വന്നു, ഈ കുട്ടി വീണ്ടും പീഡിപ്പിച്ചു, അവസാനം വെള്ളത്തിൽ കൊല്ലാൻ പോയി എന്നൊക്കെ ഇത് കൊടുത്തതിന് ശേഷം കോടതിയിൽ വന്നിട്ടുള്ള ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേയില്ല. അതിനേക്കാൾ രസകരമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതൊരു കൊച്ചു കോമ്പൗണ്ടിനകത്തുള്ള ഒരു സ്കൂളാണ്. അതായത് സ്കൂൾ ക്ലാസ് റൂമിന്റെ 6 അടി ദൂരം മാത്രമാണ് ഈ ടോയ്ലറ്റ് സംവിധാനം എന്ന് പറയുന്നത്. പെൺകുട്ടികൾക്ക് ഒരിടത്ത് തൊട്ടടുത്ത് തന്നെ ടീച്ചേഴ്സിന്റെ ഒക്കെ ഉള്ളതാണ്. അപ്പൊ അവിടെ സ്വാഭാവികമായിട്ട് ഇങ്ങനെ സംഭവം നടക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. അപ്പൊ എനിക്ക് വലിയ അനുഭവം തോന്നി. അപ്പൊ ഞാനിത് വളരെ ഒരുപക്ഷെ കേരളത്തിലെ ആ ജഡ്ജ്മെന്റ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം വായിച്ച വ്യക്തി ഞാൻ രാത്രിക്ക് ഇരുന്ന് എഴുതി, നോട്ട് എഴുതി. അപ്പൊ ഒരു വീഡിയോയിൽ ഇതെല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് ഞാൻ ഓരോ പാർട്ടായിട്ട് 5-6 വീഡിയോയും അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചെയ്തു. എനിക്ക് പരിപൂർണ ബോധ്യമായിരുന്നു ഹൈക്കോടതി ഇയാളെ വെറുതെ വിടും. പക്ഷേ ഇന്നലത്തെ ജാമ്യ ഉത്തരവ് വളരെ ബ്യൂട്ടിഫുള്ളാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തത്വത്തിൽ പത്മരാജനെ വെറുതെ വിട്ടുകൊണ്ടുള്ളതാണ് ഇന്നലത്തെ ബെയിൽ ഓർഡർ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 സ്റ്റേജ് ഉണ്ടല്ലോ ഈ ജാമ്യം കൊടുക്കുക. അതായത് ഒരു സ്റ്റേജ് ഒരു പ്രതിയെ ശിക്ഷിക്കുന്നതിന് മുൻപുള്ള റെഗുലർ ജാമ്യം, അത് കോടതികൾ കൊടുക്കും. കാരണം എന്താണ്? ബെയിൽ ഈസ് എ റൂൾ ആൻഡ് ജയിൽ ഈസ് ദ എക്സെപ്ഷൻ. കാരണം ഒരാളെ ശിക്ഷിക്കുന്നത് വരെ അയാൾ ഇന്നസെന്റ് ആയിട്ട് കണക്കാക്കണമെന്നാണ് കോടതി. പക്ഷെ പോക്സോ കേസിൽ തിരിച്ചറിഞ്ഞത് കോടതി അവൻ കുറ്റവാളിയാണെന്നുള്ള ഒരു പ്രസംശയിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ കോടതികൾ ലിബറലായി ജാമ്യം കൊടുക്കും. അതേസമയം കൺവിക്ട് ആയിക്കഴിഞ്ഞാൽ പിന്നെ അപ്പീൽ കോടതി മുമ്പ് പോകുമ്പോൾ ഇവൻ കുറ്റവാളി തന്നെയാണ്, അതാണ് പ്രസംഷൻ. അപ്പൊ അവിടെയാണ് ഈ ഇത്രയും വലിയ ശിക്ഷയും കൊണ്ട് ഒരാൾ അവിടെ പോകുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്തരം കേസുകളിൽ ജാമ്യം കിട്ടുക എന്നുള്ളൊരു വളരെ അപൂർവമായ ഒരു കാര്യം.
കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് കീഴ്ക്കോടതി അല്ലെങ്കിൽ ട്രയൽ കോടതിയുടെ വിധി നീതിപരം അല്ല എന്ന് പരിപൂർണ ബോധ്യം വന്നാൽ മാത്രമേ ജാമ്യം കൊടുക്കാവൂ. എസ്പെഷ്യലി പെൺകുട്ടികളുടെ കുട്ടികളുടെ. അപ്പൊ ഇവിടെ പത്മനാഭൻ ജാമ്യം കിട്ടിയതിന്റെ അർത്ഥം കോടതിക്ക് പരിപൂർണമായിട്ട് ബോധ്യം കീഴ്ക്കോടതി ഉത്തരവ് തെറ്റാണെന്ന്. കോടതി അത് പറഞ്ഞില്ലെങ്കിലും സുപ്രീം കോടതി ഉത്തരവിന്റെ വെളിച്ചത്തിൽ നമ്മൾ ഇത് വായിക്കുമ്പോൾ ഇവിടെ പത്മരാജന് ജാമ്യം കിട്ടിയിരിക്കുന്നു എന്നതിന്റെ അർത്ഥം കോടതി പറയാതെ പ്രഥമ ദൃഷ്ടിയ കേസില് തെളിവുകളില്ല എന്ന തരത്തിൽ തന്നെ കോടതി ഒരു പരാമർശം നടത്തിയിട്ടില്ലേ? അത് വായിക്കാം. അപ്പൊ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ കോടതി സുപ്രീം കോടതിയിൽ 2 പഴയ ഉത്തരവുകൾ ഹൈക്കോടതി ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോ അതിനുശേഷം കോടതി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുപോലെ കോടതി എടുത്തു പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കമ്പലിംഗ് ആയിട്ടുള്ള ഗ്രൗണ്ട്സ് ആയിരിക്കണം ഈ അപ്പീൽ കോടതിയിൽ മുമ്പാകെ അവതരിപ്പിക്കണം. അതായത് ഈ കോടതിയെ നിർബന്ധിക്കണം ഈ പ്രതിയുടെ അഭിഭാഷകൻ ഇന്ന കാരണങ്ങളാൽ പ്രതി കുറ്റക്കാരനല്ലാന്ന് കമ്പലിംഗ് ഗ്രൗണ്ട്സ് സർക്കംസ്റ്റാൻസസ് കോടതിയുടെ മുമ്പ് ഉണ്ടാക്കുമ്പോൾ മാത്രമേ കോടതി ബെയിൽ കൊടുക്കാവൂ. ഇപ്പോ പത്മരാജന് ജാമ്യം കൊടുത്തു. എന്താ അർത്ഥം? കോടതി മുമ്പേ കമ്പലിംഗ് സർക്കംസ്റ്റാൻസ് ഉണ്ട്. എന്നിട്ട് അവസാനം കോടതി പറയുന്നത് വളരെ കാര്യമായി, വി ആർ ഓഫ് ദ വ്യൂ ദാറ്റ് ദ ആപ്ലിക്കന്റ് ഹാസ് മേഡ് ഔട്ട് എ ഗുഡ് കേസ് ഓൺ മെറിറ്റ് ഇൻ ദ അപ്പീൽ. മെറിറ്റോട് കൂടിയ ഒരു നല്ല കേസാണ് ഈ പത്മരാജന്റെ വക്കീലാണ് അവതരിപ്പിച്ചത് എന്നാണ്. ആൻഡ് ദ ഗ്രൗണ്ട്സ് ആർഗ്ഡ് ബൈ ഹിം ആർ കമ്പലിംഗ്. ഞങ്ങളെ നിർബന്ധിക്കുകയാണ് ജാമ്യം കൊടുക്കുക. അടുത്ത്, though it is premature to enter into a conclusive finding regarding the merits of the contention of the applicant that he is innocent, we are convinced that the applicant has made out an arguable case. We are convinced that insofar as the conviction of the applicant is concerned, there is some infirmity in the order of conviction that renders the order of conviction prima facie erroneous. അതായത് പ്രഥമ ദൃഷ്ട്യാ ഈ ജഡ്ജ്മെന്റ് തെറ്റാണെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അപ്പോ ഇനിയിപ്പോ 2-3 വർഷങ്ങൾ കഴിയുമ്പോൾ ഇതിന്റെ അപ്പീല് നടക്കുമ്പോഴും ശ്രീലെ ഇതേ സർക്കംസ്റ്റാൻസസ് ഇതേ സിറ്റുവേഷനിലെ കോടതിയിൽ വരാൻ പോകും. അതെ. അപ്പൊ കോടതി എന്താണ് പറയാതെ പറഞ്ഞത്? പത്മരാജനെ വെറുതെ, പക്ഷേ ഒഫീഷ്യലി ഞങ്ങൾക്ക് പറയാനുള്ള സമയമായിട്ടില്ല. അത് ഞങ്ങൾ ഫൈനലി അപ്പീൽ ചെയ്യുമ്പോൾ പറയാം. പത്മരാജനെ തുറന്നു വിടുന്നു. അതായത് ഇന്ന് മിക്കവാറും പത്മരാജൻ വെളിയിലിറങ്ങും. പക്ഷെ ഈ കേസുമായി പത്മരാജൻ അവന്റെ ജീവിതത്തിൽ ഒരു ദിവസം പോലും ഇനി ജയിലിലേക്ക് പോകേണ്ടി വരില്ല. ഈ വിധി പറഞ്ഞ കീഴ്ക്കോടതി വിധി പറഞ്ഞ ജഡ്ജി പിന്നെ അവര് എന്താ പറയണ നാണം തോന്നും. കാരണം ഒരു രക്ഷയില്ലാതെ വരുമ്പോഴാണ് നമ്മൾ സാധാരണക്കാരൊക്കെ ഈ കോടതികളിൽ ഇല്ലാത്ത പൈസയൊക്കെ മുടക്കി പോകുന്നത്. അപ്പോ അവർക്ക് തന്നെ ബോധ്യമായിരുന്നു ഇത് രാഷ്ട്രീയപരവും മതപരവുമായ കാരണങ്ങളാൽ ഒരു അധ്യാപകനെ കുടുക്കിയതാണ് മനസ്സിലായി. ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ, ഒരു പെൺകുട്ടി 13 വയസ്സ് അപ്പനെ കൊല്ലാൻ. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഈ കുട്ടിയുടെ പരാതി, പോലീസിന് കൊടുത്ത പരാതി നമ്മൾ നോക്കണം. അത് ഇറ്റ് വാസ് ഡ്രാഫ്റ്റഡ് ബൈ ആൻ അഡ്വക്കേറ്റ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോക്സോ നിയമത്തിന് അടിയിൽ ഒരാൾക്ക് എന്തൊക്കെ കുറ്റം ചെയ്യാമോ ആ കുറ്റങ്ങളൊക്കെയാണ് ആരോപിച്ചത്. ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ചെയ്തു. ഇപ്പൊ ഒന്നിൽ കൂടുതൽ ആൾക്കാർ വീണ്ടും ഗ്രാവിറ്റി കൂടുകയാണ്. അതുകൊണ്ടാണ് പത്മമാഷിന്റെ ഒരു ഫ്രണ്ട് 5000 നമ്പർ ബൈക്കിൽ വന്നിട്ട് എന്നെ പീഡിപ്പിച്ചു. അങ്ങനെ അത് വായിക്കുമ്പോൾ, പരാതി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാരണം ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരു പരാതി കൊടുക്കാൻ പറ്റും. കാരണം ഇപ്പൊ ഞാനാണ് ഈ കുറ്റങ്ങൾ ചെയ്യുന്നത് എങ്കിലും ഈ പോക്സോ നിയമത്തിന്റെ അടിയിൽ വന്ന എല്ലാ കുറ്റങ്ങളും ഞാൻ ചെയ്തില്ല, കുറച്ച് അവരെ ചേർന്നത്. പക്ഷെ ഇവിടെ എന്താണ്, ഈ കുട്ടിയുടെ പരാതിയിൽ പോക്സോ നിയമത്തിനടിയിൽ എന്തൊക്കെ അലിഗേഷൻസ് നടത്താമോ അതൊക്കെ നടത്തിയിരിക്കുകയാണ്. പിന്നെ എനിക്ക് റിലീവലായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിയത്, ഈ കുട്ടി വിചാരണ സമയത്ത് കോടതിയിൽ മൊഴിയെടുക്കാൻ പറ്റുന്നതിന് മുൻപായി അവര് ഒരു കോടതി സെറ്റ് ചെയ്തു. അതിനുശേഷം ജഡ്ജിനെ എഴുതി ഓർഡറുണ്ടാക്കി കുട്ടിയെ കൂട്ടിക്കേണ്ടി നിർത്തി അഭിഭാഷകർ ചോദ്യങ്ങൾ ചോദിച്ചു.
പഠിച്ചിട്ട് ഓരോ ചോദ്യത്തിനും ഉള്ള ആൻസർ പഠിപ്പിക്കും. ഇത്രയും പ്രായമുള്ള ഒരു കുട്ടീനെ എത്ര പഠിച്ചു കഴിഞ്ഞാലും കോടതിയിൽ വരുമ്പോഴത്തേക്ക് ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിപ്പോയി. അതുകൊണ്ടാണ് ഇവിടെ ഹൈക്കോടതി പറയുന്നുണ്ട്, പത്മരാജന്റെ അഡ്വക്കേറ്റ് പ്രേമരാജൻ സാറ് ഈ കുട്ടിയെ ക്രോസ് വിസ്താരം ചെയ്യുകയും ഒരുപാട് കോൺട്രഡിക്ഷൻസ് കൊണ്ടുവരികയും ചെയ്തു. പക്ഷേ പത്മരാജനെ ശിക്ഷിക്കാൻ വേണ്ടി വന്നതായതുകൊണ്ട്, നിയമിക്കപ്പെട്ടതായതുകൊണ്ട്, ഏതോ അദൃശ്യ ശക്തികളാൽ അയക്കപ്പെട്ടതായതുകൊണ്ട് ആ കോൺട്രഡിക്ഷൻ ഒന്നും തന്നെ ഈ ജഡ്ജി കണ്ടില്ല എന്നുള്ളതാണ്. അപ്പോ ഇത് സത്യം പറയാം കേരളത്തിന്റെ ചരിത്രത്തിൽ മായാത്ത ഒരു കേസായിട്ട് നിലനിൽക്കും. കാരണം ഇന്നത്തെ നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ജീവിച്ച് വളർന്ന സാഹചര്യമല്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ 1-ാം വയസ്സിലെ പിള്ളേര് മൊബൈലിന് വേണ്ടി വിളിക്കുക. അപ്പൊ നമുക്കിപ്പോ കുട്ടികളാണെന്ന് പറയാൻ പറ്റും. മനസ്സിലായി, അവര് ഭയങ്കരമായി ചിന്തിക്കുന്നവരും അവരെ കൊണ്ട് നമുക്ക് എന്തും ചെയ്യിപ്പിക്കാമെന്നുള്ള ഒരു അവസ്ഥയിലാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആപ്റ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയെ അത് സെലക്ട് ചെയ്യിച്ചു. കാരണം എല്ലാവരും പറ്റത്തില്ലല്ലോ ഈ കള്ളങ്ങൾ വിളിച്ച് പറയാം. അല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ കുട്ടിയുടെ അമ്മ ഈ കേസിൽ വളരെ ഇൻവോൾവ് ആണ്. പക്ഷേ അവരെ പ്രോസിക്യൂഷൻ വിസ്തരിച്ചില്ല. എന്തുകൊണ്ടാണ്? അവരെ വിസ്തരിച്ചിരുന്നു എങ്കിൽ ഇതെല്ലാം കൂടെ അവളെ തന്നെ കൊല്ലുന്നു. കാരണം അപ്പൊ പ്രോസിക്യൂഷൻ അവരെ വിസ്തരിച്ചു. ഏറ്റവും പ്രധാനമായ മറ്റൊരു കാര്യം, ആദ്യം ഒരു കുട്ടിയാണ് ചിലപ്പോ ഡേറ്റും അതും ഇതൊക്കെ പറയുമ്പോൾ തെറ്റിപ്പോകും, അത് നമുക്ക് മനസ്സിലാവും. പക്ഷേ ഒരു കുട്ടിയെ പീഡിപ്പിച്ച സ്ഥലം തെറ്റിപ്പോകും. ആദ്യമായിട്ട് പോലീസിന് മൊഴി കൊടുത്ത് പോലീസ് CMS എഴുതാൻ വന്ന സമയത്ത് കുട്ടി പറഞ്ഞു, എന്നെ പീഡിപ്പിച്ചത് ഈ ബാത്റൂമിൽ വെച്ചാണ്. അതിനുശേഷം പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ DGP അന്വേഷണം നടത്തിയപ്പോഴാണ് വന്നത് കുറ്റി എത്തിയിട്ടാണ് അത് ചെയ്തത്. അപ്പൊ കുറ്റി അവിടെ കുറ്റി പോയിട്ട് 1 വർഷത്തിൽ കൂടുതലായി. അതിനുശേഷം പറഞ്ഞു സാർ അദ്ദേഹത്തിന്റെ മുണ്ടൊക്കെ അവിടുത്തെ ഈ കുട്ടിയുടെ വായൊക്കെ മൂടിക്കെട്ടിയിട്ടാണ് അദ്ദേഹം പോയത്. പിന്നെ വളരെ കഷ്ടപ്പെട്ടാണ് ഇത് അഴിച്ചെടുത്തതാണ് ആദ്യം. അപ്പൊ സാർ എന്താ മുണ്ടില്ലാതാണ് കാത്തിട്ട് പോയത് സ്കൂൾ ടൈമില്. അപ്പൊ ഇതൊക്കെ കുട്ടി അവസാനം വന്നിട്ട് എല്ലാം മാറ്റി തിരിച്ചൊക്കെ പറയുക, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്തായാലും ഇത്രയും വൃത്തികെട്ട ഒരു വിധി ഒരുപക്ഷെ കേരള ജുഡീഷ്യറിയുടെ ചരിത്രത്തിൽ ഒരിക്കലും തന്നെ ഉണ്ടായി കാണത്തില്ല. കാരണം കണ്ണൂരിലെ സ്ത്രീകളായിട്ടുള്ള കുറെ ടീച്ചർമാരെ കുറെ ദേവിമാരും ഒക്കെ ആയിട്ടുള്ള ഈ CPM-ന്റെ നേതാക്കളാണ് ഇതിന്റെ പുറകെ കളിച്ചത്. ഈ ജഡ്ജി അവർ ഒരാളെ നമ്മൾ ഈ ജഡ്ജിമെന്റിന്റെ കാര്യം സാർ ഒരു സംശയം ചോദിച്ചോട്ടെ. ഈ ജഡ്ജ്മെന്റിന്റെ കാര്യം നമ്മൾ പറയുമ്പോ ഇതിന്റെ പിന്നിൽ കളിച്ച നല്ലൊരു പോലീസ് സംഘമില്ലേ? ഞാനൊരു ശ്രീജിത്തിന്റെ ഒരു ഓഡിയോ കേട്ടിരുന്നു. ശ്രീജിത്ത് ആ കേസുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഒരു സാധാരണക്കാരനോട് പറയാണ്. ഞാൻ ഒരു മാധ്യമ പ്രവർത്തകയാ, പല പോലീസുകാരെയും നമ്മൾ പല കേസുമായി ബന്ധപ്പെട്ട് വിളിക്കും. ഇത്രയും പ്രമാദമായ ഒരു കേസിൽ അതിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉള്ളത് എന്ന് ഒരു സാധാരണക്കാരനെ പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യം ഈ പറയപ്പെടുന്ന ശ്രീജിത്തിന് എന്തായിരുന്നു? ഇതിൽ ഇവരുടെ അടക്കം ഒരു ഇൻവോൾവ്മെന്റ് ഇല്ലേ? അതായത് അതുമായിട്ട് ബന്ധപ്പെട്ട ആദ്യം ഈ സംഭവത്തെ കുറിച്ച് വീഡിയോ ചെയ്തത് ഞാൻ പത്മരാജനെ കുരുക്കിയത് ശ്രീല. കാരണം ശ്രീല പറഞ്ഞത് ഇങ്ങനെ സംസാരിക്കത്തില്ല. പക്ഷെ ഇതിന് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീത് പറഞ്ഞു, ശ്രീത് ഈ കുട്ടിയും കൊണ്ടൊന്നുമില്ല, പിന്നെ എങ്ങനെയാണ് പോക്സോ ഈ കുട്ടിയുടെ എനിക്ക് പറ്റത്തില്ല, പക്ഷെ എന്നെ മാറ്റാൻ നിങ്ങൾക്ക് ഞാനൊരു ചാൻസ് ഉണ്ടാക്കി. അതാണ് ഈ നാടകം. ഈ പുസ്തകം പിന്നെ ഒരു അറിവുമില്ലാത്തൊരു വ്യക്തിക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പം ഈ കുട്ടിയുടെ ഒന്നും ചെയ്തു, നേരെ കൈക്കുറയും പറഞ്ഞു, ഇവര് നേരെ മാറ്റണം. അപ്പൊ പ്രോസിക്യൂഷൻ സർക്കാർ പറഞ്ഞു, ഞങ്ങൾ ആ കുട്ടിയുടെ ആ ഉമ്മ പറയുന്നത് അനുസരിക്കാൻ തയ്യാറാണ്. അങ്ങനെയാണ് ജഡ്ജി കുഞ്ഞികൃഷ്ണൻ പുതിയ ഒരു ടീമിന് വെക്കാൻ പറഞ്ഞു. അപ്പോഴാണ് നമ്മുടെ CPM നേതാവായ ഇപ്പൊ മത്സര കൗൺസിൽ രത്നകുമാർ രംഗത്ത് വരുന്നു. രത്നകുമാർ അന്വേഷിച്ചാൽ ഒരു തെളിവും കിട്ടാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഈ പ്ലേസ് ഓഫ് ഒക്കറൻസ് മാറ്റം. കുട്ടി നേരത്തെ പറഞ്ഞ ബാത്റൂമിൽ നിന്ന് മാറ്റി കൊടുത്തുള്ള മറ്റൊരു ബാത്റൂമിൽ. അതെന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ വലിപ്പം കുറഞ്ഞ ഒരു ക്ലോസറ്റ്. നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷന്റെ അകത്തൊക്കെ ഉള്ള ആ ഒരു ടൈപ്പിലുള്ള ഒരു ടോയ്ലറ്റ് ആയിരുന്നു. അതിന്റെ നടുക്കൊരു ക്ലോസറ്റ് ഉണ്ട്, സൈഡിൽ ഒരു ബക്കറ്റും ഉണ്ട്, പൈപ്പും ഉള്ളത്.
ഇറ്റ് ഈസ് ക്വൈറ്റ് ഇമ്പോസിബിൾ ഫോർ എനിബഡി അവിടെ വെച്ചിട്ട് ഒരു കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിക്കാൻ പറ്റത്തില്ല. പിന്നെന്താണ്, അവിടെ നിന്ന് കഴിഞ്ഞാൽ പത്മരാജന്റെ ഹൈറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഷോൾഡറിന്റെ ഭാഗം വരെ വെളിയിൽ കാണുന്ന വിഷയം ഒരു 1 മീറ്റർ മാറിയാണ് ക്ലാസ് റൂം. അപ്പോ ഇതിനകത്ത് ഈ രത്നകുമാറാണ് ഈ സ്ഥലം മാറ്റിയത്. സ്ഥലം മാറ്റാതെ ഈ പ്രതിയെ ഈ പത്മരാജന്റെ പോക്സോ ചാർത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് അത് വെച്ചു ഈ ജഡ്ജി അതെങ്കിലും മനസ്സിലായി. ഒരു സെഷൻസ് കോടതി പറഞ്ഞ ദിവസം മാറിയെന്ന് സമയം മാറിയെന്ന് എവരിത്തിങ് ഈസ് ഓക്കെ. പക്ഷെ സംഭവം നടന്ന സ്ഥലം മാറി എന്നിങ്ങനെ പറയാൻ പറ്റും. അപ്പൊ ഇത് ആ ജഡ്ജി മനഃപൂർവ്വം പത്മരാജനെ ശിക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് ഈ വിധി പറയുന്നതിന് തൊട്ട് മുമ്പായിട്ട് അവരുടെ പോസ്റ്റ് ചെയ്ത് അവര് അനുസരണയുള്ള ഒരു അനിയത്തിയായിട്ട് ചേച്ചിയുടെ നിർദ്ദേശങ്ങൾ അപ്പടി പാലിച്ചുകൊണ്ട് അവരുടെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചുള്ള ഒരു വിധി പറഞ്ഞു. 2, ഇവർക്കറിയാമായിരുന്നു ഇത് ഹൈക്കോടതി അപ്പീൽ പോകുമ്പോൾ പൊളിഞ്ഞു വീഴുമെന്ന് അറിയാം. അതുകൊണ്ടാണ് ഭയങ്കരമായിട്ട് ഒരു ആൾക്കാർ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ബീങ് എ സെഷൻസ് ജഡ്ജി അറിഞ്ഞുകൊണ്ടാണ് ഇവരുടെ സ്വാഭാവിക മരണം വരെ ജയിൽ ശിക്ഷയ്ക്ക് വിധിച്ചത്. അധികാരം ഇല്ലെങ്കിലും. കാരണം എല്ലാവരും പറയുന്നത് അയ്യോ മരണം വരെ ശിക്ഷിച്ചിരിക്കുന്നു. അപ്പൊ 5-6 മാസം കഴിയുമ്പോൾ ഇതിന് ജാമ്യം കിട്ടുമെന്ന് ആ ജഡ്ജിക്കും അറിയാം. അപ്പോ അതാണ് ഇപ്പോ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഞാൻ അതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോ ചെയ്തു. അതാണ് ആ ജഡ്ജിക്ക് തലശ്ശേരി കോടതി വരാൻ പറ്റാത്ത ഒരു അവസ്ഥ. എന്റെ വീഡിയോകൾ അത്രയാണ് പറഞ്ഞു നടക്കിയത്. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അത്രയും ശരിയായിട്ടൊന്നും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളെ കണക്ക് സ്മാർട്ട് ഒന്നും അല്ലേ. എനിക്കൊരു വീഡിയോ എടുക്കണമെങ്കിൽ നിങ്ങൾ 10 വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്ക് ഒരു വീഡിയോ എടുക്കാം. അപ്പൊ അതുപോലെ ഞാൻ പിന്നെ പത്മരാജന്റെ വൈഫുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പൊ അതില് DP-യിൽ 2 കുഞ്ഞു പിള്ളേരുടെ ഫോട്ടോ, ആൺകുട്ടികൾ. അതിൽ ഒരുത്തിനെന്തോ മാരകമായിട്ട് മരണമല്ല, ഒരു ഇവിടെ ശ്രീത്രയിലൊക്കെ വന്നിട്ട് ട്രീറ്റ്മെന്റ് ചാക്കി. അപ്പൊ ഞാൻ ആ സത്യം പറഞ്ഞ ആ കുട്ടികളുടെ ഫോട്ടോ ഉണ്ടപ്പോൾ ഞാൻ പകർന്നു നോക്കി. കാരണം ഞാൻ ഒന്ന് ജഡ്ജ്മെന്റ് വായിച്ചിരിക്കുന്നു. പത്മരാജൻ നിരപരാധിയാണ് എനിക്ക് 100% ബോധ്യമുണ്ട്. പക്ഷെ ആ കുട്ടികളെ നോക്കിയപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം ഇവർ സ്കൂളിൽ കൊണ്ടേ ഇനി അവര് വളർന്ന് വലുതായി മരിക്കുന്നത് വരെ ആരെങ്കിലുമൊക്കെ ഇവരെ ഈ കാര്യം പറഞ്ഞ് കുത്തിക്കൊണ്ടിരിക്കും. നിന്റെ അച്ഛൻ പണ്ട് അങ്ങനെയല്ലായിരുന്നു പറയുന്നത്. ഇനി അപ്പീലും കൂടെ പോയി കഴിഞ്ഞ ശേഷം അപ്പീലിനും കൂടി വിധി വന്നു കഴിയുമ്പോ ഇദ്ദേഹത്തിന് തിരിച്ച് നിയമ നടപടികളിലേക്ക് പോകാൻ കഴിയുമോ? മലീഷ്യസ് പ്രോസിക്യൂഷന് വേണമെങ്കിൽ ഈ കുട്ടിക്കെതിരെ പോകാൻ പറ്റത്തില്ല. കുട്ടി ഈ 18 എന്നെ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കൊടുവൂര് ഉള്ള ഒരു സ്കൂളിൽ ഈ പിന്നെ ഇതുണ്ടല്ലോ നെഹ്റുവിന്റെ ജന്മദിനത്തിൽ കുട്ടികളുടെ ദിനത്തിൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കുട്ടികളുടെ നിയമത്തിനെ കുറിച്ച് സാധ്യത. അപ്പൊ ഞാൻ തിരിച്ചുകൊണ്ടാ പോയി. യഥാർത്ഥത്തിൽ കുട്ടികളുടെ നിയമം ഇപ്പൊ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം പിള്ളേരെല്ലാം കൂടി ചെന്ന് സ്കൂളിന് എടുത്ത് തലകുത്തി വെച്ചു. നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലാതെ പറഞ്ഞു കൊടുത്താനുള്ള അവസ്ഥ ഒന്ന് സങ്കല്പിച്ചു പോകും. അപ്പൊ ഇത് കുട്ടിയാണ്. ഇതിനൊരു നിയമം വരേണ്ടതല്ലേ? ഇങ്ങനെയുള്ള കുട്ടികൾ ഇപ്പൊ എനിക്ക് ഇങ്ങനത്തെ പല കേസുകളും അറിയാം. വേറൊരു കേസ് ഇതേപോലെ തന്നെ എനിക്കറിയാം. 14 വയസ്സുള്ള സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി ഇതേപോലെ ഒരു ബിസിനസ്സുകാരനെ കുരുക്കിയ ആ കേസ് ഇതുപോലെ തന്നെ കോഴിക്കോട് സെഷൻസ് കോടതി എഴുതി വെച്ചിട്ടുണ്ട്. ഈ പെൺകുട്ടി വിശ്വസനീയമായ സാക്ഷിയല്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ആ കുരുക്കിയ കേസിൽ. ആ കേസിലും ഇതുപോലെ തന്നെയാണ്. ഇങ്ങനെ നിരവധി പേർ ഇത്തരത്തിൽ കുരുങ്ങുകയല്ലേ? ഈ ഒരു പോക്സോയുടെ ആനുകൂല്യം നേടിക്കൊണ്ടും അല്ലാതെയും ഒക്കെ നിരവധി പേർ ഇത്തരത്തിൽ കുരുങ്ങുന്നില്ലേ? അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു നിയമപരിരക്ഷ വേണ്ടതല്ലേ യഥാർത്ഥത്തിൽ? നമ്മൾ വിചാരിക്കും പോലെ ഈ പോക്സോ നിയമം വന്നിട്ട് പെൺകുട്ടികൾക്ക് മാത്രമല്ല, ആൺകുട്ടികളും ഈക്വലി അവർക്കും ഇത് ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ ഈ അടുത്തകാലത്ത് സുപ്രീം കോടതിയിൽ പ്രധാനപ്പെട്ട ഒരു വിധി പറഞ്ഞു. അപ്പൊ ഞാൻ ഇത് വീഡിയോ ചെയ്തു. പക്ഷെ 1000 പേര് ആ വീഡിയോ കണ്ടു. അതായത് ഒരു കേസിൽ ഒരു പയ്യൻ 18 വയസ്സിന് താഴെ പ്രായമുള്ള ഒരു ബോയ് ഒരു ഗേളിനെ പീഡിപ്പിച്ചാൽ എങ്ങനെയാണ്? കാരണം ആ പയ്യനെയും കൂടി സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോക്സോ നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. പ്രായത്തിന്റെ അടിയിൽ എങ്ങനെയാണ് അതേ നിയമം വെച്ചിട്ട് അവനെ ശിക്ഷിക്കുക? ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ റേസ്ഡ് ബൈ ദ സുപ്രീം കോടതി. അതുപോലെ തന്നെ പറയുന്നു, ഈ പ്രായം കുറഞ്ഞ കുട്ടികൾ തമ്മിൽ പരസ്പരം സ്നേഹത്തിലായിരുന്നു എങ്കിൽ അവർ തമ്മിൽ സെക്ഷൽ റിലേഷൻ ഏർപ്പെടുന്നത്
നമുക്ക് തെറ്റായ രീതിയിൽ കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റ് അതിനനുസരിച്ചിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരാനും പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ സത്യം പറഞ്ഞ ഇവിടുത്തെ എല്ലാ നിയമങ്ങളും നല്ലതാണ്, പക്ഷേ അതിനെ എല്ലാവരും ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു ഇത്. ഇപ്പൊ തന്നെ നമ്മുടെ ടി ജി മോഹൻദാസ് സാറിനെ അറസ്റ്റ് ചെയ്തു. ഞാൻ ഒരു വീഡിയോ ഉണ്ട്, അതിനൊരു കേസ് നിലനിൽക്കാൻ പോകും. ഇത് ആരെയൊക്കെയോ പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ട് കെട്ടിച്ചോ. കാരണം ഒരു നോട്ടീസ് കൊടുക്കേണ്ട കേസിൽ നോട്ടീസ് കൊടുത്ത് അദ്ദേഹം അനുസരിച്ച് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യാനേ പറ്റൂല. എന്നാൽ അതിനുശേഷം ജാൻമണി എന്ന് പറയുന്ന ഒരു ട്രാൻസ്ജെൻഡറിന്റെ കേസിൽ നേരെ നരേന്ദ്രമോദിയുടെ പിതൃത്വത്തെയും അമ്മയുടെ മാതൃത്വത്തെയും ഒക്കെ ചോദ്യം ചെയ്ത കേസിൽ നോട്ടീസ് കൊടുത്ത് വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തി പോലീസ് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. അതാണറിയാം, ബെയിലബിൾ ഒഫൻസ് ഇട്ടാണ് പോലീസ് സ്റ്റേഷനിൽ ജാമ്യം കൊടുക്കാം. പക്ഷേ പി ജി മോഹൻദാസിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നോൺ ബെയിലബിൾ ആയിട്ടുള്ള ഒരൊറ്റ മനസ്സിലായി. അപ്പൊ നോൺ ബെയിലബിൾ ആയിട്ടുള്ള ചാർജ് ഉണ്ടെങ്കിലേ അറസ്റ്റ് ചെയ്യാൻ പറ്റും, കോടതി കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ട് പേരിൽ വേണ്ടിയിട്ട് 353 ഇത് ചാർജ് കൊടുത്തിട്ട് ആണ് അറസ്റ്റ് ചെയ്തിട്ട് പോയത്. അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള കാലം വലിയ ബുദ്ധിമുട്ട് ആൾക്കാരെ. ഞാൻ സത്യം പറഞ്ഞ ആത്മാർത്ഥമായിട്ടൊരു കാര്യം പറയട്ടെ, അതായത് ഒരു മതവിഭാഗം, അതുപോലെ ഇടതുപക്ഷം, അങ്ങനെയുള്ളവരെ ഏതെങ്കിലും രീതിയിൽ വലതുപക്ഷത്തെ ഏതെങ്കിലും അഭിപ്രായം പറയുന്ന അല്ലെങ്കിൽ കൃത്യമായി ഡിഫെൻഡ് ചെയ്യുന്ന ആൾക്കാരെ കുരുക്കാനായിട്ടുള്ള ഒരു ശക്തിയായി ഈ നിയമങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് സംശയരഹിതമായി നമുക്കിപ്പോ തെളിയിക്കാൻ പറ്റുന്നുണ്ട്. പപ്പമാഷിന്റെ കാര്യത്തിലാണെങ്കിലും ടി ജി മോഹൻദാസിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ അതാണ്. ഒരു കോണിൽ നിന്ന് തുടങ്ങുന്ന സൈബർ അറ്റാക്കുകൾ എല്ലാ മാധ്യമപ്രവർത്തകരും അതിലുണ്ട് കേട്ടോ. എല്ലാ മന്ത്രിമാരുടെയും മുന്നിൽ പോയി മൈക്ക് പിടിച്ചുകൊണ്ട് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല, ഒരു സമ്മർദ്ദ ശക്തിയായി മാറുകയാണ്. അപ്പൊ നിയമം പലപ്പോഴും നോക്കുകുത്തിയാവുകയും ഇത്തരം സമ്മർദ്ദങ്ങൾ ജയിക്കുകയും ചെയ്യുന്നു എന്നാണ്. ഇന്നിപ്പോ പാലത്തായി ഈ കേസിന്റെ വിധി വന്നപ്പോൾ പോലും ഇതിപ്പോ ഒത്തുകളിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷം ഇപ്പൊ രംഗത്ത് വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ആ ഇടതുപക്ഷം തന്നെയാണ് ഇത്തരത്തിലുള്ള വ്യാജ നറേറ്റീവുകളും വ്യാജ തെളിവുകളും ഉണ്ടാക്കി ഇദ്ദേഹത്തെ ജയിലിലേക്ക് അയച്ചിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ മനുഷ്യർ എത്ര കാലം സർവൈവ് ചെയ്യാൻ പറ്റും? ഒത്തുകളിയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 2025 നവംബർ 14 തൊട്ട് ഞാൻ എന്തുകൊണ്ടാണ് ഈ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് ഈ വിധി ഇങ്ങനെയാണ്, ഈ ജഡ്ജി തെറ്റാണ്, ഇത് CPM പാർട്ടി ഓഫീസിൽ വെച്ച് എഴുതിയ ജഡ്ജ്മെന്റ് ആണ് എന്നൊക്കെ ഞാൻ വളരെ കോൺഫിഡന്റ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത്. അതാണ് ശരിയാണ് പറഞ്ഞത്. അപ്പൊ യുവമാർക്ക് ഈ നാടിനെ നശിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പറഞ്ഞേ പറ്റും. ഇത് മനസ്സിലാക്കാൻ ഡിവിഷൻ ബെഞ്ചാ, ഒരു ജഡ്ജിയല്ല, 2 ജഡ്ജിമാരെന്നിട്ടാണ് വാദം കേട്ടിട്ട് ഇത് ഈ ഉത്തരം പറഞ്ഞത്. ഒരാളാണെങ്കിൽ നമുക്ക് ഒത്തുകളിലും മറ്റൊന്നും മറിച്ചൊന്നും നോക്കത്തും. അപ്പൊ ഈ ജഡ്ജിമാരെ കുറ്റം പറയുന്ന ഇവര് അവരുടെ സ്വന്തം കാര്യം, അവരുടെ ക്യാപ്റ്റന്റെ അവസ്ഥ എന്താണ്? ഇപ്പൊ അവർക്ക് എന്ത് നെറികെടുക്കാൻ ഈ പണ്ട് വാമനൻ ചവിട്ടിത്താത്തിയാണെങ്കിൽ കേരളത്തെ അദ്ദേഹം ചവിട്ട് പാകളത്തിൽ എത്തിച്ചിരിക്കും. അതിലൊന്നും അവർക്ക് ഒരു അഭിപ്രായവും പറയാൻ. ഇവിടെ വരുന്നിട്ട് പറയും പത്മരാജൻ BJP ആണ്, കോൺഗ്രസുമായിട്ട് ഒത്തുകളിച്ചു. ഇത് പറഞ്ഞിട്ടാണ് ഈ നാട് നശിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആത്മാർത്ഥമായിട്ടൊരു കാര്യം, ഇനി എന്റെ കണ്ണിൽ കുട്ടികളില്ലാത്തവർ ഭാഗ്യവാന്മാരാണ്. കാരണം ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ 1ാമത്തെ വയസ്സിൽ അവൻ ഡിമാൻഡ് ചെയ്യുന്ന എന്താണ്? മൊബൈൽ ഫോൺ. അതുകൊണ്ട് ഒരു കുട്ടിക്ക് മാനസികവും ശാരീരികവുമായ വളർച്ച ഇനി ഇവിടെ കിട്ടാൻ പോകുന്നില്ല. പിന്നെ നമുക്ക് വീട്ടിൽ കൂട്ടിയിട്ട് വളർത്താൻ പറ്റത്തില്ല. സ്കൂളിൽ അയച്ചാൽ അത് അധ്യാപകരില്ല, MDMA വിൽക്കുന്ന അധ്യാപകർ പഠിപ്പിക്കുന്ന സ്ഥലമാ. അപ്പൊ അവിടെ പോയിട്ട് അവൻ തിരിച്ചു വരുന്നു. അപ്പൊ ഏത് കണ്ടീഷനിൽ നമുക്ക് തിരിച്ചു കിട്ടും എന്നറിയില്ല. അവസാനം ഇവര് തന്നെ ആയിരിക്കും നമ്മളെ മെഡില്ല ഇബ്ലാങ്കരെ അടി പൊളിച്ചിട്ട് നമ്മളെ പോകും. അപ്പൊ ഇത് സ്വസ്ഥമായിട്ടും സന്തോഷമായിട്ടും ജീവിക്കണമെന്നുണ്ടെങ്കിൽ കേരളത്തില് കുട്ടികൾ വേണ്ടാന്നൊരു ബുദ്ധിപരമായ തീരുമാനം എടുത്താൽ അവർക്ക് മാത്രം സ്വസ്ഥമായി ജീവിക്കാം. മക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എപ്പോഴും മരണം വരെ നമ്മൾ ടെൻഷനിൽ ആയിരിക്കും എന്നുള്ളതാണ് സത്യം. ആ രീതിക്കാണ് കേരളം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഇവിടെ MDMA മയക്കുമരുന്ന് എല്ലാം ഒഴുക്കി അത്രയ്ക്ക് ദയനീയമായ ഒരു സോഷ്യൽ സിറ്റുവേഷനാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇന്നത്തെ വിധി പത്മരാജനെ വെറുതെ വിട്ടുകൊണ്ടുള്ള വിധിയാണ്. മനസ്സിലായി? ഇനി ഇറ്റ് വിൽ ടേക്ക് സം മോർ 3 or 4 years ഫൈനൽ ആർഗ്യുമെന്റ് എഴുതി പോയിക്കൊള്ളാൻ പറ്റും. കാരണം കോടതി ഇപ്പൊ പറയുന്നുണ്ട്
ഇത്തരം കേസുകളിൽ ബെയിൽ കൊടുക്കുമ്പോൾ അത് കൃത്യമായിട്ട് ആ കാരണം പറയണം എന്ന് പറഞ്ഞു. അല്ല ചുമ്മാ അങ്ങ് കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇപ്പൊ വ്യക്തമായ കാരണം പറഞ്ഞിരിക്കുന്നത്. കാരണം ഈ കീഴ്ക്കോടതി ഉത്തരവ് തെറ്റാണ്. പത്മരാജന്റെ കേസ് നല്ലൊരു കേസാണ്. പുള്ളിയുടെ ആർഗ്യുമെന്റ്സ് ഫോഴ്സ്ഫുൾ ആണ്, കമ്പല്ലിംഗ് ആണ്. അപ്പോ എന്തായാലും മിക്കവാറും ഇത് പത്മരാജൻ വെളിയിലിറങ്ങും. മിക്കവാറും പുള്ളി തന്നെ വിളിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പുള്ളിയുടെ വൈഫായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോ എന്തായാലും സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ബിസി വന്നേക്കും. ഞാൻ ഒരുപാട് സത്യം പറഞ്ഞ് നമ്മൾ കുറെ ഫണ്ടൊക്കെ കളക്ട് ചെയ്തു. അപ്പൊ അതിനെ സംബന്ധിച്ച് ഞാൻ വീഡിയോ ചെയ്തിരുന്നു, എല്ലാവരുടെയും റിക്വസ്റ്റ് ചെയ്തു. അപ്പൊ എനിക്ക് ഇപ്പൊ യൂട്യൂബ് ചാനൽ സ്റ്റാലിൻ ദേവൻ എന്നുള്ള യൂട്യൂബ് ചാനൽ ഉള്ളതുകൊണ്ട് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പൊ അമേരിക്കയിൽ നിന്ന് ഒരു ഫ്രണ്ട് ഞങ്ങൾ പരസ്യം കണ്ടിട്ടില്ലല്ലോ, പുള്ളി 10,000 രൂപ അയച്ചു കൊടുത്തിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു, എനിക്ക് ബോധ്യം വരാൻ. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ ഒരു നല്ല ഒരു കൂട്ടം ആൾക്കാർ ഈ കേസിന്റെ പിറകുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് ഒരുപാട് ആവശ്യത്തിൽ കൂടുതൽ പൈസ കളക്ട് ചെയ്യാൻ പറ്റി, നല്ല വക്കീലിനെ വയ്ക്കാൻ പറ്റി. അപ്പൊ ഈ സമൂഹം സത്യം പറഞ്ഞ കൂടെ ഉണ്ടായിരുന്നു പത്മനാഭൻ മാഷിന് വേണ്ടിയിട്ട്. അപ്പോ ഇനി എന്തായാലും അദ്ദേഹം ആ സ്കൂളിൽ ജോലിക്ക് ഭാവിയിൽ പോകും. ഓക്കെ, ജോലിയിൽ പിരിച്ചുവിട്ട വിധി അത് തിരിച്ചെടുപ്പിക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും പുള്ളിയെ ഭാവിയിൽ ഹൈക്കോടതി വെറുതെ വിട്ടു കഴിഞ്ഞാൽ തിരിച്ചെടുത്താൽ എന്ത് ചെയ്യും? ഇപ്പോ ട്രയൽ കോടതി കുറ്റക്കാരനെന്ന് പറഞ്ഞു പുള്ളിയെ തിരിച്ചുവിടുന്നു വെച്ചു. ഹൈക്കോടതി പറയുകയാണെങ്കിൽ അല്ല, പുള്ളി കുറ്റക്കാരനല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ വാട്ട് അക്കൗണ്ട് ഹി ഷുഡ് ലൂസ് ഹിസ് ജോബ്, തിരിച്ചെടുത്തേ പറ്റും. പക്ഷെ എന്തായാലും ആ സ്കൂളിൽ ജോലിക്ക് പോകത്തില്ല എന്നുള്ള അറിവ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പുള്ളി മറ്റേതെങ്കിലും കാര്യമായിരിക്കും ഇനി ജീവിക്കാൻ വേണ്ടി ചെയ്യാൻ പോകുന്നത്. കാരണം ഇനി ആ സ്കൂളിൽ പോണേ നമ്മള് ശരിക്കും ആലോചിച്ചു നോക്കട്ടെ. ഇമ്പോസിബിൾ, മനുഷ്യന് അവിടെ കയറി ചെല്ലാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യം. ഇപ്പൊ പത്മരാജൻ രക്ഷപ്പെട്ടു, ആ കുട്ടികളിൽ ആരും പറയാൻ പഠിക്കുന്ന സത്യങ്ങൾ വിളിച്ചു പറഞ്ഞതാണ് അങ്ങ്. അങ്ങനെ ശബ്ദമില്ലാത്തവരുടെ നാവായി മാറാൻ എന്നും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും പേടിയായിരുന്നു സത്യം പറഞ്ഞ. എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ തന്നെ BJP-ക്കാരിൽ തന്നെ ഒരു പോസ്റ്റ് ഇട്ടത് ലസിത പാലയ്ക്കൽ മാത്രമാണ് ധൈര്യത്തോടു കൂടി. ബാക്കി ആരും ഒരു പോസ്റ്റ് എനിക്ക് ഇട്ടതായിട്ട് പോലും കാണുന്നില്ല. ലസിത മാത്രമാണ് BJP-ക്കാരിൽ ഒരാളെങ്കിലും മാഷിന് വേണ്ടി വാദിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോ സുനിത ദേവദാസിന്റെ ഒരു സ്റ്റോറി ഞാൻ കണ്ടു, അന്വേഷണം നടത്തിയത് ലസിതയാണോ എന്ന് ചോദിച്ചിട്ട് ഒരു ലസിതയെ കളിയാക്കിക്കൊണ്ടൊരു പോസ്റ്റും ഒക്കെ നേരത്തെ ഒരു വീഡിയോ കാണാനിടയായി. അതിൽ വളരെ മോശമായിട്ട് ലസിതയൊക്കെ പറയുന്ന വീഡിയോ ഉണ്ട്. അപ്പൊ അതിൽ നമുക്ക് മനസ്സിലാവുന്ന യഥാർത്ഥത്തിൽ അങ്ങനെ വളരെ കുറച്ചുപേരെ ധൈര്യത്തോടെ രംഗത്ത് വന്നിരുന്നുള്ളൂ എന്നുള്ളതാണ്. അങ്ങേക്ക് വീണ്ടും അങ്ങനെയുള്ളവരുടെ നാവായി മാറാൻ കഴിയട്ടെ എന്ന് വളരെ നിയമത്തിന്റെ വളരെ പിൻബലത്തോടുകൂടി അങ്ങ് പഠിച്ച് അവതരിപ്പിക്കുന്നത് കൊണ്ട് അങ്ങനെയുള്ളവർക്ക് സംസാരിക്കാൻ. ഞാൻ മരിക്കുന്ന സമയത്ത് എനിക്ക് ഈ സംഭവം എന്നാൽ കഴിയുന്ന സഹായങ്ങൾ ആർക്കെങ്കിലും ചെയ്തു എന്നുള്ളൊരു സംതൃപ്തിയോട് കൂടി മരിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ മുനമ്പം വിഷയത്തിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ആൾക്കാർക്ക് വേണ്ടി ഞാൻ നിൽക്കുന്നത്. ഞാൻ ഒരു ക്രിസ്ത്യാനിയല്ല, പോയി എന്റെ അച്ഛൻ ഒരു നായരായിരുന്നു, അദ്ദേഹം ഭയങ്കര അന്തഗമ്യ ആയിരുന്നത് കൊണ്ടാണ് എനിക്ക് സ്റ്റാലിൻ പേരിട്ടത്. അപ്പൊ ആ പേരിനെ ഞാൻ ഒരിക്കലും ഇല്ലാതാക്കത്തില്ല. എന്തായാലും കുറച്ചുപേരൊക്കെ ഇപ്പൊ എന്നെ അറിയുന്നുണ്ട്. അപ്പൊ തുടർന്നും മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. അപ്പോ ഞാൻ അങ്ങോട്ട് തന്നെ പറയുന്നത്. ഓക്കെ, നല്ല